തൃക്കരിപ്പൂരിൽ നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി വീട്ടുവളപ്പിലേക്ക് ഇടിച്ചുകയറി. ഓടിക്കൊണ്ടിരിക്കെ ലോറിയുടെ മുൻവശത്തെ ടയർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അമിത വേഗതയാണ് അപകടം വരുത്തിയതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ഞായറാഴ്ച രാവിലെ 11:30 തൃക്കരിപ്പൂർ വടക്കേക്കോവിലാണ് സംഭവം. ഈ സമയം റോഡിലും വീടിന്റെ പരിസരങ്ങളിലും ആരുമില്ലാതിരുന്നതിനാൽ മാത്രമാണ് ദുരന്തമൊഴിവായത്. തൃക്കരിപ്പൂർ ഭാഗത്തു നിന്നും നടക്കാവ് ഭാഗത്തേക്ക് മണ്ണുമായി പോവുകയായിരുന്ന ടിപ്പർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ ലോറിയുടെ മുൻവശത്തെ ടയർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇതോടെ പൂർണ്ണമായും നിയന്ത്രണം വിട്ട ലോറി റോഡരികിലെ സയ്യിദ് ഹാജിയുടെ വീടിന്റെ മതിൽ ഇടിച്ചു തകർത്ത് കാർപോർച്ചിന് മുന്നിലായി മറിയുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മതിൽ പൂർണ്ണമായും തകർന്നെങ്കിലും ലോറി ഡ്രൈവർ പരിക്കുകളൊന്നുമില്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ലോറി അമിത വേഗതയിലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇവർ ലോഡുമായിട്ട് വരുന്ന വണ്ടിയാണ് ഉണ്ടായത്. അപ്പോൾ ടയർ പൊട്ടിപ്പോയി എന്നാ പറഞ്ഞത്. ടയറിന്റെ അവസ്ഥ നോക്കി ഇറങ്ങാം. ഇത്രയും തഴഞ്ഞ ടയർ ഇട്ടിട്ടാണ് ഇതണ്ട. ഒരു ഫുൾ ലോഡും വണ്ടി ഓടിക്കേണ്ട ടയറായത്. കമ്പി ഒരു കാണുന്നുണ്ട്. ഇതിന് ടയർ മഴക്കാലത്ത് അല്ലാത്ത സമയത്ത് തന്നെ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാല് ഈ ടയർ ബ്രേക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ ടയർ നോക്കിയാൽ കുട്ടികള് ആറ്റം ഉണ്ടെങ്കിൽ മദ്രസ വിട്ടിട്ട് കുട്ടികൾ കുറച്ച് നേരത്തെ പോയത് ഭാഗ്യം. അപ്പൊ കുട്ടികൾ ഇതെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആർക്കും അപകടം പറ്റാത്തത് ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട്. അപ്പോൾ ഇതിനെല്ലാവരും ശ്രദ്ധിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ജീവന് വില കൽപ്പിക്കല്. അല്ലാണ്ട് ഇങ്ങനെ ഇതുപോലെയുള്ള ടയറും ഇതൊന്നും ഇട്ടിട്ട് ഓടിക്കാണ്ട് അപകടം എവിടെയായാലും സംഭവിക്കും. പറ്റലാന്ന് അത് സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാം. ജനവാസ മേഖലയിലൂടെയുള്ള ടിപ്പറുകളുടെ അമിത വേഗത വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നതെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.